ഹായ് ഫ്രണ്ട്സ്, രണ്ടാമത്തെ നോമ്പിന് നോമ്പ് തുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് വാഴയ്ക്ക ബജി. 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, പക്ഷേ 2 തികച്ചുണ്ടാക്കിയിട്ടില്ല. ഇത് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരു വാഴയ്ക്ക മതിയാവും. ഒരു വാഴയ്ക്കയും പിന്നെ ഒന്നിൻ്റെ പകുതി മാത്രം മതിയാവും. പക്ഷെ മാവ് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പൊരിച്ചു വന്നപ്പോഴത്തേക്കും കറക്റ്റായിരുന്നു. പിന്നെ അതിനാവശ്യമായ മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ അരിമാവ്, പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി, അതും കൂടെയൊക്കെ ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വാഴയ്ക്കയും കൂടെ നന്നായിട്ട് സ്ലൈസാക്കി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ പോലെ സമയം താമസിക്കാൻ പാടില്ല. ഇന്നലെ തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക തന്നെ ബാങ്ക് വിളിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ന് പടപടയും സ്പീഡിലാണ് എല്ലാം ഉണ്ടാക്കിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ പിന്നെ അതിനെ അരിഞ്ഞ് കുറച്ച് ഉപ്പ് വെള്ളത്തിലിടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിലൊക്കെ വീഡിയോസിൽ കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതൊന്നിട്ടിങ്ങനെ മുക്കി പൊരിച്ചതാണ്. ഇതൊക്കെ നോമ്പ് തുറക്കുമ്പം കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കുന്ന എന്തെങ്കിലും ഒരു കടി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഭക്ഷണമായിട്ട് ഉണ്ടാക്കിയത് മക്കൾക്കൊക്കെ ഉണ്ടാക്കിയത് പുട്ടാണ്. പുട്ടും നല്ല മുളകിട്ട മീൻ കറിയും. പിന്നെ എൻ്റെ മാമ നോമ്പായതുകൊണ്ട് മാമാക്ക് നോമ്പ് തുറക്കുമ്പോൾ ചോറ് വേണം. ചോറും മീൻകറി മസ്റ്റാണ്. ഇത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പുട്ടാണ്. നല്ല വെള്ള പുട്ട്, പിന്നെ അതിനോട് നല്ല ചൂരക്കറി, മുളകിട്ട ചൂരക്കറി. മാമാക്കാണെങ്കിൽ ചോറ് വേണം. ചോറും മരച്ചിനിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും മരച്ചിനിയാണ് മാമയുടെ ഉപ്പ് തുറന്നിട്ട് കഴിക്കുന്ന ഭക്ഷണം. പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞൊക്കെ വെച്ചു. ഫ്രൂട്ട്സും മത്തങ്ങയും ഇന്നലത്തെ ഫ്രൂട്ട്സൊക്കെ സെയിം ഇന്നലത്തെ സാധനം തന്നെയാണ്. മത്തങ്ങയും പച്ചമുന്തിരി, പിന്നെ ഞാൻ ഒരു പഴം, 2 പഴം ഞാൻ ഇങ്ങനെ മെയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രസതളിപ്പഴം, പിന്നെ പജി, ഇതൊക്കെ തന്നെയാണ് വീത്തപ്പഴം. മറ്റതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇന്നലത്തെ സെയിം സാധനം തന്നെയാണ്. പിന്നെ പള്ളിക്കഞ്ഞിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇറച്ചിക്കഞ്ഞിയല്ല, ഇന്ന് സാധാ കഞ്ഞിയാണ്. സാധാ ബിരിയാണി ഫ്ലേവറുള്ള സാധാ കഞ്ഞി, എപ്പോഴും കിട്ടും പോലത്തെ കഞ്ഞി. ഇന്നലെ പിന്നെ ആദ്യത്തെ നോമ്പായതുകൊണ്ടായിരിക്കും ആ ഒരു കഞ്ഞി. പക്ഷെ നല്ല സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ആക്കി. പക്ഷെ ഇന്ന് എന്തെന്നറിയില്ല, ഇന്ന് നേരത്തെ ഞാൻ എല്ലാം കറക്റ്റ് സമയത്തിന് സ്പീഡിൽ, ഇന്നലത്തെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം ആ ഒരു അബദ്ധം പറ്റിയത്. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് മാമാക്ക് കൊടുക്കേണ്ടതെല്ലാം മാമാക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഓരോരുത്തർക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ടിരുന്ന് നോമ്പ് തുറക്കാം. പിന്നെ താഴെ പരമ്പൊക്കെ വിരിച്ച് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കുടിക്കാൻ മക്കൾക്ക് ജ്യൂസ് ടാങ്ക് കലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുടിക്കാൻ ആ ജഗ്ഗിൽ ആ ഒരു പാത്രം കണ്ടില്ലേ, ആ ജഗ്ഗിൽ ആ സ്റ്റീൽ ജഗ്ഗ് നിറയെ നല്ല ചൂടുവെള്ളമായിരിക്കും. നല്ല ചൂടുവെള്ളം വെച്ചാൽ എനിക്ക് നല്ല ചൂടുവെള്ളം കുടിക്കുന്നത് ഇഷ്ടമാണ്. അതാണ് എനിക്ക് ടാങ്കല്ല, അതാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. വാഴയ്ക്ക ബജിയും ഫ്രൂട്ട്സും എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ കഞ്ഞി കുടിക്കാൻ തുടങ്ങി. കഞ്ഞി കുടിച്ചപ്പോഴേക്കും ഒരു നല്ല എരിയുള്ള മുളകാണ് കേട്ടോ. അത് വായിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ആകെ നല്ല എരിയായിപ്പോയി. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.